ഇറ്റ്സ് മീ തിപ്സിറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ മുമ്പൊന്നും ചെയ്യാത്ത രീതിയിലുള്ളൊരു സേവ് ദി ഡേറ്റ് കാർഡ് മേക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റയിലും അതുപോലെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്ത് പേപ്പറാണ്, ഇത് എന്താ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുമോ, അതുപോലെ തന്നെ അത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറല്ല, ആ ഒരു ടെക്സ്ചറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, സക്സസ് ആയി മാഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഇതൊക്കെ ഇങ്ങനെ ഒരു വർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഏതായാലും ഞാനൊന്നും നോക്കി ചെയ്തതല്ല, നോക്കി ചെയ്യാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ ഇത് പഠിച്ച സമയത്ത് ഇങ്ങനെ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തന്നെയാണ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിനോടുള്ള ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്തതാണ്. ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ വാങ്ങിയിട്ട് അതിൽ എഴുതി കൊടുക്കല്ല. പക്ഷെ അങ്ങനെയാണോ എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു വിജയം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ സെർച്ച് ബാറിൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ താഴെ നമുക്ക് ഇങ്ങനെയുള്ള ഹാൻഡ് മെയ്ഡ് പേപ്പറുകളാണ് വരുന്നത്. നമുക്ക് ഇതുപോലെ ഒരു ഫുള്ളായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ ആ ഒരു പിക്ക് കിട്ടണം. അപ്പോൾ അതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിലേക്ക് എത്തണം. അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ, അപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിനോടൊരു ഇഷ്ടം തോന്നില്ല. അപ്പോൾ ഞാൻ കിട്ടുവോളം അങ്ങനെ സെർച്ച് ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ മനസ്സിലുള്ളത് പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്ന് ഉണ്ടാവും. അതിൽ ഇമേജ് ഡൗൺലോഡ് ആക്കുക. അങ്ങനെ ഒരു വൈറ്റും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റും ഗ്രീനും ആണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ക്യാൻവ ആപ്പാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താഴെ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലാങ്ക് പേജാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. താഴെ ഇങ്ങനെ കുറേ പിക്കുകളൊക്കെ വരും, അതിൽ ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. പിന്നെ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ താഴെ ടെക്സ്റ്റ്, ഗാലറി അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിൽ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റും ഗ്രീനും ഹാൻഡ് മെയ്ഡ് പേപ്പറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അത് ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരിക. ആദ്യം ഞാൻ ഈ ഗ്രീനാണ്, ഇതിന് കറക്റ്റ് ഗ്രീൻ എന്ന് പറയുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ, എന്നാലും ഞാൻ ഗ്രീൻ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇതിൻ്റെ പകുതിയോളം വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ നമുക്കിത് പകുതി ആക്കാൻ പറ്റും. അതങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇത് A4 ആണല്ലോ, A4ൻ്റെ ഒരു പകുതി വൈറ്റും ഒരു പകുതി ഗ്രീനും ആക്കി വെച്ച് കൊടുക്കുകയാണെന്ന് കരുതുന്നത്. അപ്പോൾ ഇത് ഞാൻ പിന്നെ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ റെക്കോർഡ് എടുത്ത വീഡിയോ ആണ്. ആദ്യം ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എടുത്തത്. കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സക്സസ് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ പകുതി ഗ്രീനും പകുതി വൈറ്റും ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. A4 ഡോക്യുമെൻറ്റിലാണ് കേട്ടോ ഈ ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റ് കൊടുക്കുകയാണ്. താഴെ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിൽ ആഡ് ഹെഡിങ്ങിൽ പോവുക. അതിൽ ഞാൻ സേവ് ദ ഡേറ്റ് എന്ന് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ നമ്മൾ എഴുതുന്ന രീതിയിലുള്ളൊരു ഫോണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അധിക പേരും സേവ് ദ ഡേറ്റിൽ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ എഴുതിയിട്ടാണല്ലോ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളും പഴയ എല്ലാം ഒരേപോലെ വീഡിയോ ആകുമ്പോൾ നമുക്ക് ആൾക്കാർ കിട്ടൂല, ഓർഡർ കിട്ടൂല. അപ്പോൾ നമ്മൾ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോണ്ട്, ഇതാണ് എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനത് ഇതേ രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ സേവ് ദി ഡേറ്റ് കൊടുത്തതിന് താഴെ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ വീണ്ടും ടെക്സ്റ്റിൽ പോവുക, ആഡ് ഹെഡിങ്ങിൽ
പോവാം. എന്നിട്ട് ഡേറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് കൊടുത്തത് ഞാൻ ഈ ഗ്രീനിലല്ല കേട്ടോ കൊടുക്കുന്നത്, ഈ വൈറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താ അവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ വൈറ്റിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സേവ് ദ ഡേറ്റ് എന്ന് ഗ്രീനിൽ എഴുതിയില്ല, അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കണം. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം പിന്നെ സേവ് ദ ഡേറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഡേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതാൻ. അപ്പോൾ ഞാൻ ഈ തേഴ്സ്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്രീനിലാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൈൻഡ് കുറച്ചൊന്ന് ഇതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ തേഴ്സ്ഡേ എന്ന് ഇവിടെ എഴുതി കൊടുത്തു, അതേ ഫോണ്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയതും തേഴ്സ്ഡേ എന്ന് എഴുതിയതിൻ്റെയും സെൻറ്ററിൽ അത്യാവശ്യം ഈ ഒരു ഡേറ്റ് ഇതിങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാനുള്ള അതിനുള്ള ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം തേഴ്സ്ഡേ എന്നുള്ളത് താഴെ എഴുതാനായിട്ട്. പിന്നെ ഞാൻ വീണ്ടും ആഡ് ഹെഡിങ്ങിൽ പോയിട്ട് ഇൻ ദ നെയിം ഓഫ് അല്ലാ വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ സേവ് ദ ഡേറ്റ് എന്നുള്ള ഒരു കാർഡിനുള്ളത് റെഡിയായി. ഇത് സെക്കൻഡ് കാർഡിനുള്ളതാണ് ഇൻ ദ നെയിം ഓഫ് അല്ലാ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അത് ഞാൻ ഇതുപോലെയാണ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്താണ് ടെക്സ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അതും ഞാൻ ആ ഒരു ഫോണ്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. മാക്സിമം ഒരു വീഡിയോക്ക് ഫോണ്ടുകളൊക്കെ എല്ലാം ഒന്ന് തന്നെ കൊടുക്കാൻ നോക്കുക, അതായിരിക്കും ബെറ്റർ. പിന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൽ നോർമൽ ഫോണ്ടുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ബ്രൈഡിൻ്റെ പേര് എഴുതുകയാണ്, ഷഹാന ഷെറിന്ന്. അത് ഈ ഗ്രീനിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് അല്ലാ ഷഹാന ഷെറി ആൻഡ് മറവാൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആൻഡ് എന്നുള്ളത് ഞാൻ വൈറ്റിലാണ് കൊടുക്കുന്നത്. ആഡ് ഹെഡിങ്ങിൽ പോവുക, ആൻഡ് എന്ന് എഴുതുക, എന്നിട്ട് ഈ വൈറ്റിലേക്ക് കൊണ്ട് എത്തിക്കുക. അപ്പോൾ ഈ ആൻഡ് എന്നുള്ളത് ഈ വൈറ്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഷഹാന ഷെറി ബ്രൈഡിൻ്റെ പേരിൻ്റെ താഴെ ആൻഡ് എന്ന് കൊടുക്കാനുള്ള സ്പേസ് നമ്മൾ അവിടെ വിടണം കേട്ടോ. എന്നിട്ട് ഗ്രൂമിൻ്റെ പേരെഴുതണം. പിന്നെ ടെക്സ്റ്റിൽ പോവുക, ആഡ് ഹെഡിങ് എഴുതുക. ഹെഡിങ്ങിൽ മറവാൻ എന്നാണ് ഗ്രൂമിൻ്റെ പേര്. അപ്പോൾ ഞാൻ അത് എഴുതുകയാണ്. അപ്പോൾ ഫോണ്ട് മറ്റേ ഫോണ്ട് ആക്കുക. എന്നിട്ട് അപ്പോൾ ഈ ഷഹാന ഷെറിന്ന് മറവാൻ അതിൻ്റെ ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പ് കണ്ടല്ലോ, അവിടെ നമ്മൾ ആൻഡ് എന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഒരു കാർഡിക്കനെ നമുക്ക് മുകളിൽ ഇൻ ദ നെയിം ഓഫ് അല്ലാ എന്ന് എഴുതിയില്ല, അതിൻ്റെ മുകളിൽ ടോപ്പിലായിട്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വൈറ്റിലാണ് വെക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അത് ഞാൻ സേവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 2 കാർഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്, സേവ് ദ ഡേറ്റ് എന്നുള്ള കാർഡും പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം വെച്ചിട്ട് അങ്ങനെ ഒരു കാർഡുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയും നമുക്ക് സേവ് ദ ഡേറ്റിന് 2-3 കാർഡുകൾ നമുക്ക് വേണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 കാർഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. ഇത് ഞാൻ സേവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പ്രിൻ്റ് ചെയ്തതൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കാർഡിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആൻഡ് ബ്രൈഡിൻ്റെ പേര് ഡേറ്റ് അതൊക്കെ നമ്മൾ വൈറ്റിലാണല്ലോ വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് അല്ലാ ആ ഒരു കാർഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് സ്കെയിലും കട്ടറോ അല്ലെങ്കിൽ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തതാണല്ലോ ഈ കാർഡ്. അപ്പോൾ അതിനൊന്ന് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് മെയ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കീറി എടുക്കുക അല്ലെങ്കിൽ പിച്ചി എടുക്കുക എന്നൊക്കെ പറയും. ഇതിൻ്റെ 4 വശവും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോഴേ നമുക്കൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇതൊരു തിക്നെസ് കുറഞ്ഞിട്ടുള്ള പേപ്പറാണ് കേട്ടോ. അപ്പോൾ തിക്നെസ് കൂടിയ പേപ്പറിൽ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അവിടെ ഇങ്ങനെ ഞാൻ ആദ്യമൊക്കെ തിക്നെസ് കൂടുതലുള്ള പേപ്പറിലാണ് ചെയ്തതിന്, ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് എടുത്തു പോകുന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാ കാർഡുകളും ഞാൻ ഇതുപോലെ അതിൻ്റെ 4 വശം ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് വൈറ്റിൽ എഴുതിനല്ലോ, അത് ഞാനിത് ഇതുപോലെ ഇങ്ങനെ അതും മാത്രമല്ല ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആൻഡ് എന്ന് എഴുതി ഡേറ്റ് എഴുതി അതൊക്കെ നമ്മളിതുപോലെ 4 വശം കീറിയെടുക്കണം. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് തന്നെ എടുക്കണം കേട്ടോ.
അതാണ് ഏറ്റവും വൃത്തി ഉണ്ടാകുക. കുറച്ച് ഇങ്ങനെ ഒരു പൊന്തി ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു ടെക്നിക്കാണ് ഈ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാർഡ് മേക്കിനേക്കാളും എത്രയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാർഡ് മേക്കിംഗ് ആണ് ഇത്. അപ്പോൾ നമ്മൾ സാധാ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്ര ഭംഗി കിട്ടൂല. ഫേവികളൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഡബിൾ സൈഡ് ടാപ്പ് കുറച്ച് കട്ടിയുള്ള ടാപ്പിനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടുക, ഒരു 3D എഫക്റ്റ് കിട്ടുക. അപ്പോൾ ഈ ആൻഡ് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സേവ് ദ ഡേറ്റ് എന്ന് എഴുതി, ഈ ഡേറ്റ് നമ്മൾ വൈറ്റിൽ അപ്പുറത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ തേഴ്സ്ഡേ കഴിഞ്ഞിട്ട് അവിടെ കട്ട് ചെയ്യാനാണ്. ഓക്കെ, ഇത് 2 കാർഡാണ് വരുന്നത്. അത് പകുതി കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ അറ്റ് എന്നുള്ളത് ഞാൻ വൈറ്റിൽ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആ ഗ്രീനിൽ ബ്രൈഡിനെ വെച്ച് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഗ്രൂമിനും വെച്ച് കൊടുത്തു. ഈ ബ്രൈഡ് ഗ്രൂം എഴുതിയതും ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും പേര് എഴുതിയതും ഞാൻ വൈറ്റിലായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിച്ചി ഇതാക്കിയിട്ട് അതിലേക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ളൊരു പണിയാണ്. റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന പോലെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ മേടിക്കുന്നത് 500 രൂപയാണ്. ഇതിനേക്കാളും റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ എഴുതി വീഡിയോ ചെയ്യുന്നതിന് ഇതിനേക്കാളും റേറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കൊടുക്കുന്നത് 500 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്രാഫ്റ്റിനോടൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പോൾ ഓക്കെ, താങ്ക് യു.